മത്സരം, വിജയം, റാങ്ക് എന്നിവയിലേക്ക് പരീക്ഷയെ ക്രമീകരിക്കുന്നു. ഇക്കാര്യം നിരന്തരം കുട്ടികളെ ഓർമ്മിപ്പിക്കുന്നു. ഇതിനു വേണ്ടി ദേഷ്യപ്പെടുന്നു, വാശി വളർത്തുന്നു. കൂട്ടുകാർക്കിടയിലും മത്സര ചിന്ത ശക്തമാക്കുന്നു. ആകമാനം ഒരു ടെൻഷൻ, യുദ്ധ സമാന കാലമാണ് പരീക്ഷയുടെ കാലം. ഇതിനിടയിൽ വ്യക്തിയുടെ വളർച്ചയ്ക്ക് കാരണമാകേണ്ട പരീക്ഷയുടെ തലങ്ങളെ ഓർമ്മിപ്പിക്കുന്നില്ല. ഇതിനുവേണ്ടി സമയവും അവസരവും ഒരുക്കുന്നില്ല. കുട്ടിയുടെ ബുദ്ധി, കഴിവുകൾ എന്നിവയുടെ വിശാലവും വ്യക്തിത്വ വളർച്ചയുടെ സമഗ്ര തലങ്ങളും ശ്രദ്ധിക്കുന്നില്ല. പല വിദേശ രാജ്യങ്ങളിലും സ്കൂൾ പ്രായത്തിൽ പരീക്ഷകൾക്ക് പ്രാധാന്യവും നൽകുന്നില്ല. പരീക്ഷയുടെ കഴിവുകൾ നേടുകയല്ല, കുട്ടിയുടെ സമഗ്ര വളർച്ചയും വ്യക്തിക്കുണ്ടാകേണ്ട അറിവും കഴിവും ശീലങ്ങളും പഠന താൽപ്പര്യവുമാണ് അവർ ശ്രദ്ധിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും. കുതിരയുടെ കാഴ്ചകൾ നിയന്ത്രിച്ച് വളരെ കുറച്ചു മാത്രം കാണാവുന്ന രീതിയിൽ ക്രമീകരിക്കുന്നത് പോലെ പരീക്ഷ എന്ന കാര്യത്തിൻ്റെ പേരിൽ കുട്ടിയുടെ മനസ്സിലാക്കലുകൾ, കഴിവുകൾ പരിശീലിക്കൽ, പഠന താൽപ്പര്യങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്ന അപകടമാണ് ഇന്ന് സ്കൂളുകളിലും വീടുകളിലും പരീക്ഷാ സമയത്ത് നടക്കുന്നത്. പരീക്ഷയുടെ പേരിൽ മത്സരവും വൈരാഗ്യവും വളർത്തലല്ല, പഠിക്കുക, ചിന്തിക്കുക, താൽപ്പര്യമുള്ള ക്രിയാത്മകമാകുന്ന ആശയങ്ങൾ കണ്ടെത്തുക, സ്വന്തം ചിന്താരീതി മനസ്സിലാക്കുക തുടങ്ങി പഠനത്തെ ആഴത്തിലും സമഗ്രമായും വിശ്വസ്തയോടെയും സമീപിക്കുന്ന സമയമാകണം പരീക്ഷയുടെ സമയം. ഇതിൻ്റെ പ്രായോഗിക വഴികൾ നമുക്കിവിടെ കണ്ടെത്താം. പഠനം പരീക്ഷാ പേപ്പറിലേക്കുള്ള വഴി എന്നതിനേക്കാൾ വ്യക്തിയെ മനസ്സിലാക്കാനും വളർത്താനുമുള്ള വേദിയാക്കി മാറ്റാം. ഇതിനുവേണ്ടി പ്രായോഗികമായി ചെയ്യാവുന്ന വഴികൾ എന്തൊക്കെയാണ്? 1. പഠന സമയത്ത് ഒരു നോട്ട്ബുക്ക് കൂടി കരുതുക. ഏറ്റവും ഇഷ്ടപ്പെട്ട ആശയങ്ങൾ, പഠന വിഷയങ്ങളോട് ചേർത്ത് ഓരോ കുട്ടിയും കൂടുതലായി ചിന്തിക്കുന്ന കാര്യങ്ങൾ, പഠന വിഷയത്തെ മറ്റു വിഷയങ്ങൾ, ചുറ്റുപാടുകളുമായി ബന്ധിപ്പിക്കുന്ന രീതി, പഠന വിഷയവുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുന്ന ചോദ്യങ്ങൾ, പഠന വിഷയവുമായി ബന്ധപ്പെട്ട കഴിവുകൾ തുടങ്ങിയവ എഴുതി വയ്ക്കാൻ ശീലിക്കുക. 2. ഇക്കാര്യങ്ങളിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. 3. പഠിച്ച കാര്യങ്ങളിലെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ചോദ്യങ്ങളും സംസാരിക്കാൻ സമയം കണ്ടെത്തുക. ഇക്കാര്യങ്ങൾ ഭക്ഷണമേശയിലെ സംസാരത്തിനിടയിൽ പങ്കുവച്ച് ചർച്ചയാക്കുന്ന രീതി വളർത്തുക. 4. ഈ മേഖലകളിലെ കഴിവുകളെ കണ്ടെത്തി പരിശീലിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. പരീക്ഷയുടെ ഒരുക്കത്തിൻ്റെ ഒരു പുത്തൻ വഴിയായി ഇവ മാറട്ടെ.